നമസ്കാരം, ഞാൻ ജിജി മാരിയോ. ഇപ്പോൾ ഞാനുള്ളത് വയനാട്ടിലാണ്. സീതാമൗണ്ട് പുൽപ്പള്ളിയിൽ നമ്മളിപ്പോൾ വീട് വെച്ചു കൊടുക്കുന്ന ഏരിയയിലാണ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഭയങ്കര തിരക്കായിരുന്നു. ഫിലോക്കാലിയുടെ ഓറിയന്റേഷൻ പ്രോഗ്രാം നടക്കായിരുന്നു. ഇന്നലെ രാത്രി അത് കഴിഞ്ഞിട്ട് ഇന്ന് വെളുപ്പിനെ തന്നെ ഒരു 4 മണിക്ക് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വയനാട്ടിലെത്തി. പിന്നെ ഇവിടുത്തെ വീടുകളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ മീൻസ് സാഹചര്യം ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മൾ ഓൾറെഡി 13 വീടാണ് ഈ ഏരിയയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 13 വീടുകളാണ് നമ്മൾ പണിതുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏകദേശം ഈ കോമ്പൗണ്ടിൽ 6 വീടുകൾ നമ്മൾ താക്കോല് കൊടുത്തു കഴിഞ്ഞു. ഇവിടെ കുറെ പേര് താമസിക്കുന്നുമുണ്ട്, 4-5 ഫാമിലി താമസിക്കുന്നുണ്ട്. അപ്പൊ ആ കുട്ടികളാണ് നമ്മുടെ വയനാട് ദുരന്തത്തിൽപ്പെട്ട കുട്ടികളാണ്, ഇവിടെ താമസമാക്കിയ അവരുടെ കുട്ടികളാണ് ഇവിടെ ഇങ്ങനെ ഫുട്ബോളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കയറി വന്നപ്പോൾ ഈ കുട്ടികൾ കളിക്കുന്നത് കണ്ടപ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. അപ്പൊ ഞാൻ ഇപ്പോൾ ഇവിടെ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞായിരുന്നു 13 വീടാണ്. അപ്പൊ അതിൽ 6 വീട് നമ്മൾ ഓൾറെഡി കൊടുത്തു. ബാക്കി ഒരു 7 വീടും കൂടി നമുക്ക് കൊടുക്കാനുണ്ട്. അപ്പൊ അതിന്റെ പണി പൂർത്തിയായോ, ഇപ്പോഴത്തെ എങ്ങനെയാണ് സാഹചര്യങ്ങള്, ഇവിടുത്തെ കുറച്ച് മണ്ണിന്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. മണ്ണ് മാറ്റാനും ലെവൽ ചെയ്യാനും സെറ്റപ്പ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എങ്ങനെയാണ് എന്നുള്ള രീതിയിലേക്ക് അറിയാനും ക്രമീകരിക്കാനും വേണ്ടിയിട്ടാണ് വന്നത്. അതോടൊപ്പം ഒരു മെയിൻ റിക്വസ്റ്റും കൂടിയാണ് കേട്ടോ. അതായത് ഈ ജനുവരി അവസാനത്തോടു കൂടി ബാക്കി കുറെ വീടുകൾക്കെല്ലാം താക്കോൽദാനം കൊടുക്കണമെന്നാണ് വിചാരിച്ചത്. അതായത് ഞങ്ങൾ 25 വീടുകൾക്ക് തറക്കല്ലിട്ടത്, 15 വീടുകൾ ഞങ്ങൾ കൈമാറി, ഇനി 10 വീടുകൾ കൈമാറാനുണ്ട്. ഈ കോമ്പൗണ്ടിൽ ഒരു 6-7 വീട് ഇനി കൊടുക്കാനുണ്ട്. അപ്പോ ഈ ജനുവരി അവസാനം എന്നുള്ളത് ചിലപ്പോൾ ഇനി ഫെബ്രുവരിയിലേക്ക് നീണ്ടുപോകും. കാരണം ദുട്ട് തന്നെയാണ് പ്രശ്നം, കുറച്ച് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ തന്നെ വന്ന് ഇവിടുത്തെ ഈ സാഹചര്യം കാണിച്ച് ഞാൻ ഈ വീഡിയോ ഇടുന്നത് വെച്ചാല്, ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫെബ്രുവരി 2nd വീക്കോട് കൂടി തന്നെ നമുക്ക് 25 വീട് എന്നുള്ള ആ ഒരു പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്തു കൊടുക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇവിടെ കുട്ടികളൊക്കെ കളിക്കുന്നത് കണ്ടില്ലേ? കളിക്കുന്നത് കാണുമ്പോൾ തന്നെ എന്തൊരു നിർവൃതി, അവരെത്ര സെറ്റിലായി എന്നറിയാം. ഇവിടെയാണ് കുട്ടികൾ പഠിക്കുന്നതൊക്കെ. അതേപോലെ ഇനി ഒരു 5-6 ഫാമിലി കൂടി ഈ കോമ്പൗണ്ടിൽ വരാനുണ്ട്. അപ്പൊ ഏകദേശം പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അകത്ത് ടൈലിങ്ങും കതക് വയ്ക്കാനും വേറെ വയറിങ്ങും പ്ലംബിങ്ങും വേറെ കുറച്ച് വർക്കും കൂടെ നടന്ന് തീർക്കാനുണ്ട്. അതിന് തന്നെ ഞങ്ങൾക്ക് ഇപ്പൊ ഏകദേശം ഈ ഒരു 2 ആഴ്ചക്കകത്ത് ഒരു 25 ലാക്ക് വേണം. 25 ലക്ഷം രൂപ 2 ആഴ്ചയിൽ വേണം. അത്രയും അർജന്റാണ്. ആ ഒരു 10-25-30 ലക്ഷം രൂപ കിട്ടിയാൽ അത്യാവശ്യം ഇവിടുത്തെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങൾക്ക് ഫെബ്രുവരി 2nd വീക്കോടുകൂടി താക്കോല് കൊടുക്കാൻ പറ്റും. അപ്പൊ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളിത് ഒരു വലിയ ഒരു പുണ്യപ്രവൃത്തി, നന്മ പ്രവൃത്തിയാണ്. സത്യം പറഞ്ഞാൽ വയനാട് ദുരിതം നടന്നിട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 150 അല്ലെങ്കിൽ 10 ഒരു 4-5 മാസമായില്ലേ. 5 മാസമായിട്ടും ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നിന്നിട്ടില്ല, ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം, ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. നമുക്കൊക്കെ ഒരുപാടുണ്ടല്ലോ. ചിലര് എന്താ ചിന്തിക്കണേന്നറിയാവോ? അയ്യോ, എനിക്ക് എൻ്റെ കൊച്ചിന് വേണ്ടി ഞാൻ കുറച്ച് കാശ് സൂക്ഷിച്ചു വെച്ചിരിക്കുക, പഠിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വേറെ കല്യാണത്തിന് വേണ്ടിയിട്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ എങ്ങനെ എടുത്തു കൊടുക്കുക എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും, കൂട്ടി വെക്കുന്നവരുണ്ടാവും. പക്ഷെ അതിൽ നിന്നും ഒരു തുണ്ട് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അത് ഇരട്ടിയായിട്ട് പൊലിക്കും. ഇപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലൊരു ചിന്തയുണ്ട്, കൊടുക്കണോ വേണ്ടിയോ. അങ്ങനെ ചിന്തയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കണം കേട്ടോ. കൺഫ്യൂഷൻ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും. നാളെ കൊടുക്കാം എന്ന് ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ കൈക്ക് കൊടുക്കാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യം നടക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ സന്തോഷമായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കൂലേ? അപ്പോൾ അതേപോലെ ഇപ്പോ ഈ ഫിലോക്കാലിറ്റി പ്രൊജക്റ്റില് നിങ്ങൾ പങ്കാളിയാകുകയാണെങ്കിൽ ഒരുപാട് കുടുംബങ്ങളുടെ മനസ്സിൽ സന്തോഷം നിറയും, സമാധാനം നിറയും. അവരുടെ പ്രാർത്ഥന ഇതിനു വേണ്ടിയിട്ട് ആരൊക്കെയാണോ കോൺട്രിബ്യൂട്ട് ചെയ്ത്, ഒരു ഇഷ്ടികയായിട്ടാണെങ്കിലും ഒരു വീടായിട്ടാണെങ്കിലും ഒത്തിരി പേര് ഇങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്ത് അവരുടെയൊക്കെ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവും, അവരുടെയൊക്കെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവും. എല്ലാവർക്കും അൾട്ടിമേറ്റ് എന്താ വേണ്ടേ? സമാധാനം ഇല്ലേ? ഈ സമാധാനത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ പണം ഉണ്ടാക്കുന്നത്, വലിയ ജോലി തേടി പോകുന്നത് ഇല്ലേ? കാശൊക്കെ ഉണ്ടാക്കാൻ ഓടി പോവുക. പക്ഷെ ഈ സമാധാനം എങ്ങനെയാ കിട്ടുക? അതും കൂടി ചിന്തിക്കണ്ടേ? ഈയിടെ ഒരു റിസർച്ചില് പറഞ്ഞതാണ്, ഞാനത് ഇതൊരു ബുക്കിൽ വായിക്കാനിടയായി. മനുഷ്യന് ഏറ്റവും കൂടുതൽ സമാധാനം തരുന്ന പ്രക്രിയ എന്താണെന്നറിയാവോ? നിങ്ങളെന്ന് ചിന്തിച്ചു വെക്കേ, എന്താ മനുഷ്യന് ഏറ്റവും കൂടുതൽ സമാധാനം കിട്ടുന്ന ഒരു പ്രക്രിയ? കൈൻഡ്നസ്. ഓക്കെ, കൈൻഡ്നസ്, ദയ. ഒരാളോട് ഒരു ദയ കാണിച്ചാൽ, അല്ലെങ്കിൽ ദയ തോന്നി നമ്മൾ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ
അതിൽ നിന്നുണ്ടാവുന്ന ഒരു ഹാപ്പിനെസ് അത് ഒരുപാട് ദിവസങ്ങള് നാളുകള് ഇങ്ങനെ നിലനിൽക്കുന്ന പറയണേ. ഒരുപാട് നേരം ഇങ്ങനെ നീണ്ടു പോകും. പിന്നെ രാത്രി ഉറങ്ങുമ്പോൾ അതിനെക്കുറിച്ച് ഓർക്കും, പിറ്റേന്ന് നേരം വിളിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഓർക്കും, ഓർത്തൊരു മനസ്സിനൊരു നിർവൃതി. അത് വല്ലാത്തൊരു സമാധാനം നമ്മളെ നിറയ്ക്കുമെന്നായി പറയുന്നത്. അപ്പൊ കൈൻഡ്നസ്, അതായത് ദയ അല്ലെങ്കിൽ കരുണ, മറ്റുള്ളവരോട് കാണിക്കുന്ന ഈ സൽപ്രവൃത്തിയാണ് ഏറ്റവും കൂടുതൽ സമാധാനം നമ്മളെ കൊണ്ട് നിറയ്ക്കുന്നത്. അപ്പൊ നമുക്ക് സമാധാനം വേണോ, നമ്മുടെ കൂടെയുള്ള ആരാണോ ദുഃഖിച്ചിരിക്കുന്നത് അവർക്കൊരു ആശ്വാസമാവുക, അല്ലെങ്കിൽ ആരാണോ പട്ടിണി കിടക്കണേ, ആരാണോ എന്തെങ്കിലും ബുദ്ധിമുട്ടുന്നത് അവർക്കൊരു ആശ്വാസമാകും. നമുക്കും ഓട്ടോമാറ്റിക്കലി സമാധാനം കിട്ടും. ഇപ്പോ എന്റെ വിഷമമാണ് ഞാൻ പറയുന്നത്. ഞാന് ഒത്തിരി സങ്കടത്തിലാണ് നിൽക്കുന്നത്, ഒത്തിരി ബേർഡിലാണ്, ഒരു ഭാരത്താലാണ് ഞാൻ നിൽക്കുന്നത്. ഒരു നാണവും മാനമില്ലാതെ ചോദിക്കാണ്, എനിക്ക് ഈ 2 വീക്സിനകത്ത് ഒരു 30 lakhs വേണം. ഈ ഒരു കോമ്പൗണ്ട് മാത്രം ഫിനിഷ് ചെയ്യാൻ. വേറെയും സ്ഥലമുണ്ട് കേട്ടോ, വേറെ സ്ഥലങ്ങളിൽ വീട് പണികൾ നടക്കുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ ഈ ഒരു പ്രൊജക്ടിന് വേണ്ടി ഇനി എനിക്ക് പെൻഡിങ് കോൺട്രാക്ടർക്ക് കൊടുത്തു തീർക്കാളൂ 30 lakhs. അദ്ദേഹം ഇന്നലെ തൊട്ട് വിളി തുടങ്ങി, ഇന്നലെ മെനങ്ങാന്നൊക്കെ ഞാൻ മുങ്ങി നടക്കാം. 2-3 ദിവസം എൻ്റെ മിസ് കോൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം എനിക്ക് കോൾ എടുക്കാനും പറ്റുന്നില്ല, എന്താണെന്ന് പറയാനും അറിയത്തില്ല. ഞാൻ ആകെ ഒരു ടെൻഷൻ അടിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ്. അപ്പൊ എനിക്ക് നാളെ രാവിലെ ബാങ്ക് തുറക്കും. കഴിഞ്ഞ ദിവസം സെക്കൻഡ് സാറ്റർഡേ ആണ് ഞാൻ രക്ഷപ്പെട്ടു, ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണെന്ന് അറിയാവോ കോൺട്രാക്ടറോട്, അയ്യോ സെക്കൻഡ് സാറ്റർഡേ ആയി പോയല്ലോ എന്നാ ഞാൻ പറഞ്ഞു. അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞു, ഇന്ന് സൺഡേ അല്ലേ, മൺഡേ എന്തായാലും 11 മണിക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ ക്യാഷ് കയറും, ഈ ഡോണ്ട് വറി. അപ്പൊ ടൈലിന്റെ എമൗണ്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും, നിങ്ങളുടെ വാതിലിന്റെ ജനലിന്റെ പേയ്മെന്റ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും എന്നാ ഞാൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ മൺഡേ 11 മണി വരെ എനിക്ക് സമയമുണ്ട്. ഈ 11 മണിക്കകത്ത് എമർജൻസി എനിക്ക് കുറച്ച് ക്യാഷിന്റെ, അതായത് ഈ വീട് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളതിന്റെ ആവശ്യമുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. മാക്സിമം നിങ്ങൾക്ക് ഇപ്പൊ പേയ്മെന്റ് തരാൻ പറ്റിയില്ല കേട്ടോ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയോ, ഇതൊന്ന് ഷെയർ ചെയ്യാലോ. അപ്പൊ ഇത് കാണുന്ന ഏതെങ്കിലും പണക്കാരൻ ഇത് കണ്ടിട്ട് മനസ്സലിവ് തോന്നിയാലോ, അവിടെ ദൈവം പ്രവർത്തിക്കും. അപ്പോ നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് അയക്കാനോ ഒന്നും ചെയ്യാനോ പറ്റിയില്ല എങ്കിൽ പ്ലീസ് നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യൂ. ഓക്കെ. അപ്പൊ ഈ വയനാട് റീബിൽഡ് വയനാട് 25 houses ആണ്. 15 വീടുകൾ ഞങ്ങൾ ഓൾറെഡി താക്കോല് കൊടുത്തു, ഇനി 10 വീടുകളാണ് ഉള്ളത്. അപ്പൊ ഈ 10 വീടുകളും കൂടെ നമുക്ക് പൂർത്തിയാക്കി ഫെബ്രുവരി 2nd വീക്കോടുകൂടി കൊടുക്കണം. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഒരു സഹകരണവും സപ്പോർട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഒന്നിച്ചു നിന്ന് ഈ വയനാടിന്റെ ഈ ദുരിതത്തിൽപ്പെട്ടവർക്ക് നമുക്കൊരു ആശ്വാസമാകാം. പ്ലീസ് സപ്പോർട്ട് ആൻഡ് ഷെയർ ചെയ്യുക. താങ്ക് യു. ദൈവം എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇപ്പൊ നിങ്ങൾക്ക് കാണാം, ഇവിടെ പണിതുകൊണ്ടിരിക്കുന്ന വീടുകൾ ഓൾറെഡി ഞങ്ങൾ കാണിച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ പണിത് തീർന്നിട്ടില്ല, മനസ്സിലായോ? ഇവിടെ ഇങ്ങനെ കുറെ വീടുകൾ പണി തീരാതിരിക്കുന്നുണ്ട്. പെയിന്റ് ജസ്റ്റ് ഒന്ന് വൈറ്റ് വാഷ് ചെയ്തെങ്കിലും ടൈലിന്റെ ഒക്കെ വർക്ക് നടക്കുന്നു. ഇനി ജനൽ വെക്കണം, കട്ടള വെക്കണം, അങ്ങനെ കുറെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുക, അകത്ത് കുറച്ച് വർക്കുകൾ. അപ്പൊ അതെല്ലാം ഒന്ന് കംപ്ലീറ്റ് ആയാല് അത് പിന്നെ ഇതിങ്ങ് സെറ്റ് ഔട്ട് ചെയ്ത് ഒരു ചെറിയ റോഡൊക്കെ സെറ്റ് ചെയ്ത് ഇവർക്ക് കോമ്പൗണ്ട് തിരിച്ചു കൊടുക്കണം, പിന്നെ എല്ലാം സെറ്റ് ചെയ്തെല്ലാം കൊടുക്കണം. അപ്പൊ അതിനൊക്കെ നല്ലൊരു എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്ലീസ് ഞങ്ങൾ കൂടി ഉണ്ടാവണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.